ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ശിവതാണ്ഡവം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനൊരു കുട്ടി ടീച്ചറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പഠിക്കാൻ പോയാലോ. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. എല്ലാവർക്കും സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നോ? എന്തൊക്കെയുണ്ട് പിന്നെ വിശേഷങ്ങള്? ഒരുപാട് ദിവസമായല്ലേ നമ്മൾ കണ്ടിട്ട്. എല്ലാരും പൂജയൊക്കെ വെച്ചോ മക്കളെ? വെച്ചല്ലേ? പൂജ വെച്ചിട്ട് നിങ്ങളെല്ലാരും യാത്രയൊക്കെ പോയോ? ഞാൻ ഓരോരുത്തരായിട്ട് ചോദിക്കാം. മിന്നു പറ. മിന്നു ബീച്ചിൽ പോയോ? പാറു പാർക്കിൽ പോയിന്നോ? ആരതിയാണെങ്കിൽ വണ്ടർല പോയിന്നോ? അഫിയോ? അഫി ടൂർ പോയെന്നോ? അപ്പൊ എല്ലാരും ടൂറൊക്കെ പോയിട്ടിരിക്കല്ലേ മക്കളെ? നമ്മൾ പഠിച്ചല്ല എല്ലാരും മറന്നൊക്കെ പോയോ? ഇന്ന് നമുക്ക് കുറച്ച് പഠിച്ചാലോ. നമ്മൾ ഇന്നിവിടെ പഠിക്കാൻ പോകുന്ന അഡീഷൻ ആണ്. എൻ്റെ മക്കൾക്ക് അഡീഷൻ എന്നാൽ എന്താണെന്ന് അറിയാമോ? ടീച്ചർ പറഞ്ഞു തരാം. മക്കളെ, രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നതിനാണ് പറയുന്നത് അഡീഷൻ എന്ന്. എന്താണ് മക്കളെ? സംഖ്യകൾ കൂട്ടുന്നതിന് പറയുന്നതാണ് അഡീഷൻ. അപ്പൊ നമുക്ക് അഡീഷൻ പഠിച്ചാലോ മക്കളെ? പഠിക്കാം. മക്കളെ, ടീച്ചർ ക്വസ്റ്റ്യൻ എഴുതാൻ പോവാണേ. എല്ലാ മക്കളും മിണ്ടാതിരിക്കണം കേട്ടോ. എന്താണ് മക്കളെ ടീച്ചർ എഴുതിയിരിക്കുന്നത്? 3 + 2. ടീച്ചർ ആദ്യം കാണിച്ചു തരാം കേട്ടോ. 3 + 2. മക്കളെ, ഇതെന്താണ് ആദ്യം എഴുതിയിരിക്കുന്നത്? 3 ആണല്ലേ? 3 വല്ല കയ്യിലെടുത്തേ. എടുത്തോ എല്ലാരും? ഇത് രണ്ടാമത് എഴുതിയിരിക്കുന്നത് എന്താ? 2 ആണല്ലേ? അപ്പൊ നമുക്ക് 2 വല്ലും കൂടെ കയ്യിലെടുക്കാം കേട്ടോ. 2 വല്ലും കൂടെ കയ്യിലെടുത്തോ എല്ലാരും? ഇനി നമുക്ക് എണ്ണാട്ടോ. 1 2 3 4 5. എന്താണ് മക്കളെ ആൻസർ കിട്ടിയത്? 5. നമുക്ക് ഇനി ആൻസർ എഴുതാട്ടോ. നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ കഴിയും മക്കളെ. ഇനി ഈ കണക്ക് വേറെ രീതിയിലും ചെയ്യാം. ടീച്ചർ പറഞ്ഞു തരാം കേട്ടോ. ഇതിനകത്ത് ബിഗ്ഗസ്റ്റ് ഏതാ സ്മാളസ്റ്റ് ഏതാ മനസ്സിലായില്ലല്ലേ? ബിഗ്ഗസ്റ്റ് എന്നാൽ വലുത്, സ്മാളസ്റ്റ് എന്നാൽ ചെറുത്. ടീച്ചറിന്റെ കയ്യിൽ 3 മിഠായി ഉണ്ട്, പിന്നെ 2 മിഠായി ഉണ്ട്. ഇതിനകത്ത് ബിഗ്ഗസ്റ്റ് ഏതാ? ഏതാന്ന് എല്ലാരും പറഞ്ഞേ. 3 അല്ലേ? എല്ലാരും പറഞ്ഞു ശരിയാട്ടോ. 3 ആണ് ബിഗ്ഗസ്റ്റ് നമ്പർ. അപ്പോൾ സ്മാളസ്റ്റ് നമ്പർ ഏതാണ് മക്കളെ? 2 അല്ലേ? എല്ലാരും പറഞ്ഞു ശരിയാട്ടോ. അപ്പൊ 2 ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 വല്ല കയ്യിലെടുക്കാം കേട്ടോ. 1 2. 2 വല്ല കയ്യിലെടുത്തേ. എല്ലാരും എടുത്തോ? എടുത്തല്ലേ? ഇനി നമുക്ക് 3 ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 3 നമ്മൾ മനസ്സിൽ കഴുതിയിട്ട് 3 കഴിഞ്ഞിട്ട് നമുക്ക് എണ്ണാട്ടോ. 4 5. എന്താണ് മക്കളെ കിട്ടിയത്? 4 5. ആ സംഖ്യ തന്നെയല്ലേ ഇവിടെയും കിട്ടിയത്? അപ്പോൾ നമുക്ക് രണ്ടും ചെയ്തത് ഒരു ആൻസർ തന്നെയല്ലേ മക്കളെ കിട്ടിയത്? അപ്പോൾ ടീച്ചർ ഇനി കുറച്ച് കണക്ക് ഇട്ട് തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായല്ലേ? എല്ലാരും പറഞ്ഞു കേട്ടോ. മക്കളെ, ടീച്ചർ കണക്ക് എഴുതിയിട്ടുണ്ട്. ഇത് 3 മക്കൾ ചെയ്തേ. എല്ലാരും ചെയ്തു കഴിഞ്ഞോ മക്കളെ? എല്ലാരും ബുക്കൊക്കെ അടച്ചു വെച്ചേ. എന്നിട്ട് പെൻസിലെല്ലാം താഴെ വെച്ചേ. എല്ലാരും വെച്ചോ? ഇനി ടീച്ചർ എഴുതി കാണിക്കാം. ആൻസർ ആണോ കിട്ടിയെന്ന് കാണിച്ചു തരണം കേട്ടോ.
നമുക്ക് 4 വരെ കയ്യിലെടുക്കാം കേട്ടോ. 1 2 3 4. എന്താണ് മക്കളെ എടുത്തത്? 4 എടുത്തു. ഇനി നമുക്ക് 3 എടുക്കാം കേട്ടോ. 1 2 3 3 ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എണ്ണിയാലോ മക്കളെ? 1 2 3 4 5 6 7. എന്താണ് മക്കളെ കിട്ടിയത്? 7. എഴുതാട്ടോ. ഇതാണ് ശരി ഉത്തരം. എന്റെ മക്കൾ എല്ലാരും പറയണേ, ബിഗ്ഗസ്റ്റ് ഏതാ ഇതിനകത്ത്? എല്ലാരും പറഞ്ഞേ. 5 ആണോ? വെരി ഗുഡ്. സ്മാളസ്റ്റ് ഏതാ ഇതിനകത്ത്? 2. വെരി ഗുഡ്. എല്ലാരും പറഞ്ഞത് ശരിയാട്ടോ. അന്നേരം നമ്മള് 2 വല്ല കയ്യിലെടുത്തേ. 1 2 2 എടുത്തോ. ഇനി നമുക്ക് 5 കഴിഞ്ഞിട്ട് നമുക്ക് പറയാട്ടോ. 5 കഴിഞ്ഞ എത്ര? 6 7. എന്താണ് മക്കളെ? 6 7 എന്ന് നമ്മൾ പറഞ്ഞത് ശരിയാണ് കേട്ടോ. അന്നേരം ഈ ആൻസർ ഒന്നാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായോ? ഇത് എല്ലാരും ഒന്ന് കാണിച്ച ഈ ആൻസർ. വെരി ഗുഡ് മക്കളെ. ഇതിനകത്ത് ബിഗ്ഗസ്റ്റ് സ്മാളസ്റ്റും പറയാൻ ഇല്ല കേട്ടോ. രണ്ടും ഒരു സംഖ്യയാട്ടോ. അപ്പൊ നമുക്ക് ആ 3 തന്നെ നിങ്ങൾ എല്ലാവരും കയ്യിലെടുത്തേ. 1 2 3. എല്ലാവരും 3 എടുത്തോ? എടുത്തു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം 3 എടുത്ത് 3 കഴിഞ്ഞ് ഇനി എണ്ണിയേ. 4 5 6. എന്താണ്? 4 5 6. 6 ശരിയാണ് കേട്ടോ മക്കളെ. ഇനി നമുക്ക് ഒരു കണക്കും കൂടെ ചെയ്താലോ മക്കളെ? 6 + 2. മക്കളെ ഇനി ഇതെങ്ങനെയാ ചെയ്യണ്ടേ? എല്ലാരും ഒന്ന് പറഞ്ഞേ മക്കളെ. ബിഗ്ഗസ്റ്റ് ഏതാ സ്മാളസ്റ്റ് ഏതാ? വെരി ഗുഡ്. ബിഗ്ഗസ്റ്റ് 6, സ്മാളസ്റ്റ് 2. വെരി ഗുഡ്. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാവരും ഒന്ന് പറഞ്ഞേ. 2 നമ്മൾ കൈ എടുക്കണം അല്ലേ? 1 2 എടുത്തോ. എല്ലാരും എടുത്തോ? ഇനി 6 ആണ് എന്താ ചെയ്യാ? 6 കഴിഞ്ഞൊന്ന് എല്ലാരും എണ്ണിയേ. 6 കഴിഞ്ഞെന്താ? 7 8. എല്ലാരും പറഞ്ഞത് ശരിയാണ് കേട്ടോ. ആൻസർ 8. അപ്പം ടീച്ചറിന്റെ ക്ലാസ് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് നാളെ കാണാം. ബൈ ബൈ.